നൂറ്റാണ്ടുകളായി ചരിത്രത്താളുകളിൽ ഉറങ്ങിക്കിടക്കുന്ന യൂദാസിനെ കുറിച്ചുള്ള ഈ രഹസ്യം തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അമ്പരന്നു പോകും. ഈ സത്യം അറിയാതെ പോയാൽ പീഡാനുഭവ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായം നമുക്ക് നഷ്ടപ്പെടും. ഇത് കേട്ട് കഴിയുമ്പോൾ യൂദാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തന്നെ മാറിയേക്കാം. ഇത് ബൈബിളിൽ ഉള്ള കാര്യമല്ല, പക്ഷേ പ്രമുഖരായ ബൈബിൾ ചരിത്രകാരന്മാരിൽ പലരും ജൂതന്മാരുടെ ചരിത്രത്തെ ആസ്പദമാക്കി കണ്ടെത്തിയ കാര്യമാണിത്. പൗരസ്ത്യ സഭകളിൽ യൂദാസിനെ കുറിച്ചുള്ള ഈ കണ്ടെത്തൽ പ്രചാരത്തിൽ ഉണ്ടെങ്കിലും അവർ എന്നും യൂദാസിനെ കാണുന്നത് വെറുമൊരു കള്ളനായി മാത്രമാണ്. യൂദാസിന്റെ യഥാർത്ഥ ലക്ഷ്യം പണമായിരുന്നില്ല. അവന്റെ മനസ്സിൽ അതിലും വലിയൊരു പദ്ധതിയുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ പോവുകയാണ്. യൂദാസ് ഈശോയുടെ കൂടെ നടന്ന 12 പേരിൽ ഒരാളാണ്. അവരുടെ പണസഞ്ചി സൂക്ഷിച്ചിരുന്ന വിശ്വസ്തൻ. ബൈബിൾ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്, ഹേറോദേസിന്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ യോഹന്നയും മഗ്ദലന മറിയവും ഉൾപ്പെടെയുള്ള പല ധനികരും ഈശോയുടെ ശുശ്രൂഷകൾക്കായി നൽകിയിരുന്ന പണമത്രയും യൂദാസിന്റെ കൈകളിലൂടെയാണ് കടന്നുപോയിരുന്നത്. അതായത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണവും വെള്ളിയും യൂദാസിന്റെ കൈകളിലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവൻ ഒരു കള്ളനായിരുന്നുവെന്നും പണസഞ്ചിയിൽ നിന്ന് മോഷ്ടിച്ചിരുന്നുവെന്നും. പണസഞ്ചിയിൽ നിന്ന് യഥേഷ്ടം പണം എടുക്കാൻ കഴിയുമായിരുന്ന യൂദാസ് അന്നത്തെ കാലത്ത് വെറുമൊരു അടിമയുടെ വിലയായ 30 വെള്ളി നാണയത്തിന് സ്വന്തം ഗുരുവായ ഈശോയെ ഒറ്റിക്കൊടുക്കുമോ? ആ തുക വളരെ ചെറുതായിരുന്നു. അവന് പണമായിരുന്നു വേണ്ടതെങ്കിൽ ആരും അറിയാതെ പണസഞ്ചിയിൽ നിന്ന് അവന് എത്രയോ ഇരട്ടി മോഷ്ടിക്കാമായിരുന്നു. പിന്നെന്തിന് അവൻ ഈശോയെ പട്ടാളക്കാർക്ക് കാണിച്ചു കൊടുക്കുന്ന ഭീകരമായ സാഹസത്തിന് മുതിർന്നു? ഉത്തരം ലളിതമാണ്, എന്നാൽ ഭയാനകമാണ്. യൂദാസിന്റെ യഥാർത്ഥ ലക്ഷ്യം പണമായിരുന്നില്ല. യൂദാസിന് കിട്ടിയ ആ 30 വെള്ളി നാണയങ്ങൾ ഒരു പ്രതിഫലമായിരുന്നില്ല. അതൊരു വലിയ യുദ്ധത്തിനുള്ള കളമൊരുക്കൽ ആയിരുന്നു. യൂദാസ് സ്കറിയോത്ത, ആ പേരിൽ തന്നെയുണ്ട് ഒരു വലിയ സൂചന. സ്കറിയോത്ത എന്നത് വെറും ഒരു വീട്ടുപേരല്ല. ചരിത്രകാരന്മാർ പറയുന്നത് അത് റോമൻ സാമ്രാജ്യത്തിനെതിരെ രഹസ്യമായി യുദ്ധം ചെയ്തിരുന്ന, കയ്യിൽ എപ്പോഴും കടാര സൂക്ഷിച്ചിരുന്ന സിക്കാനിയർ എന്ന വിപ്ലവകാരികളുടെ സംഘത്തെയാണ് സ്കറിയോത്ത എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ഇതൊരു പക്ഷേ ബൈബിളിൽ വരികൾക്കിടയിൽ നേരിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യമല്ലായിരിക്കാം. എന്നാൽ ജൂത ചരിത്രത്തെയും അക്കാലത്തെ രാഷ്ട്രീയത്തെയും ആഴത്തിൽ പഠിച്ച പ്രമുഖ ബൈബിൾ പണ്ഡിതന്മാർ കണ്ടെത്തിയ കാര്യമാണിത്. ഈശോയെ തിരഞ്ഞെടുത്തപ്പോൾ യൂദാസ് കണ്ടത് ഒരു ആത്മീയ ഗുരുവിനെയല്ല, മറിച്ച് റോമിനെ തകർത്ത് ഇസ്രായേലിനെ മോചിപ്പിക്കാൻ വരുന്ന ഒരു യുദ്ധവീരനായ രാജാവിനെയാണ്. പക്ഷേ ഈശോ സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ യൂദാസിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു തുടങ്ങി. അവിടെയാണ് അവന്റെ മനസ്സിൽ ആ ഭയങ്കരമായ പദ്ധതി രൂപം കൊള്ളുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, 5 അപ്പത്തെ 5000 ആക്കുന്നു. യൂദാസ് ഇതെല്ലാം കാണുകയാണ്. അവൻ ചിന്തിക്കുന്നത് ഇതാണ്, ഇത്രയും ശക്തിയുള്ള ഇവൻ വിചാരിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് റോമൻ പട്ടാളത്തെ തകർത്തെറിയാമല്ലോ. എന്നിട്ടും ഇവൻ എന്തിനാണ് മൗനം പാലിക്കുന്നത്? ശിഷ്യന്മാർ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ രാജ്യം പുനഃസ്ഥാപിക്കുന്നത് ഇപ്പോഴാണോ എന്ന്. അതിനർത്ഥം അവരെല്ലാം കാത്തിരുന്നത് ഒരു രാഷ്ട്രീയ വിപ്ലവമാണ്. എന്നാൽ ഈശോ ചെയ്തത് നേരെ മറിച്ചാണ്. അവൻ കഴുതപ്പുറത്ത് സഞ്ചരിച്ചു, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു. യൂദാസിന് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ നോക്കുമ്പോൾ ഈശോ തന്റെ ശക്തി പാഴാക്കി കളയുകയാണ്. സമയം കടന്നുപോകുന്നു. ജനക്കൂട്ടം ഈശോയെ രാജാവാക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈശോ ഒഴിഞ്ഞു മാറുന്നു. യൂദാസിന്റെ ഉള്ളിലെ വിപ്ലവകാരി അസ്വസ്ഥനായി. ഈശോയെ ഒന്ന് ഉന്തിവിട്ടാൽ അല്ലെങ്കിൽ നിർബന്ധിച്ചാൽ അവൻ തന്റെ ശക്തി പുറത്തെടുക്കും എന്ന് യൂദാസ് വിശ്വസിച്ചു. ഇവിടെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ സംഭവിക്കുന്നത്. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തത് ഈശോ മരിക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഈശോ പോരാടാൻ വേണ്ടിയായിരുന്നു. യൂദാസ് കരുതി പട്ടാളക്കാർ പിടിക്കാൻ വരുമ്പോൾ ഈശോയ്ക്ക് വേറെ വഴിയില്ലാതെ വരും. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈശോ തന്റെ ദൈവിക ശക്തി പ്രയോഗിക്കും. ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കും.
അങ്ങനെ ആ നിമിഷം തന്നെ റോമിനെതിരെയുള്ള യുദ്ധം തുടങ്ങും. ഈശോയെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുചെന്ന് ചാടിക്കുക എന്നതായിരുന്നു അവൻ്റെ പദ്ധതി. പക്ഷേ ഒരൊറ്റ കാര്യം അവൻ മറന്നുപോയി. ഈശോയുടെ രാജ്യം എന്താണെന്ന് അവന് മനസ്സിലായില്ല. പെസഹ വിരുന്നിന്റെ സമയം. അന്തരീക്ഷം വളരെ ഗൗരവകരമാണ്. ഈശോ പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. എല്ലാവരും ഞെട്ടുന്നു. പക്ഷേ യൂദാസ് മാത്രം ശാന്തനാണ്. ഈശോ അപ്പം മുക്കി യൂദാസിന് കൊടുക്കുന്നു. എന്നിട്ട് യൂദാസിനോട് പറയുന്നു, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. അപ്പോൾ മറ്റ് ശിഷ്യന്മാർക്ക് ആർക്കും മനസ്സിലായില്ല ഈശോ എന്താണ് പറഞ്ഞതെന്ന്. പക്ഷേ യൂദാസിന് കൃത്യമായി അറിയാം. ഈശോ തന്റെ പദ്ധതി അറിഞ്ഞിരിക്കുന്നു. പക്ഷേ യൂദാസ് ചിന്തിച്ചത് ഈശോ എൻ്റെ പദ്ധതിക്ക് സമ്മതം നൽകി എന്നാകാം. അവൻ പുറത്തിറങ്ങി. ആ രാത്രിയിൽ അവൻ നേരെ പോയത് പ്രധാന പുരോഹിതന്മാരുടെ അടുത്തേക്കാണ്. 30 വെള്ളി നാണയം അവൻ ചോദിച്ചു വാങ്ങി. എന്തിനായിരുന്നു ആ പണം? അതൊരു കരാറായിരുന്നു. അവൻ വിചാരിച്ചു, ഈശോ അധികാരം പിടിച്ചെടുക്കുമ്പോൾ റോമാ സാമ്രാജ്യത്തിന്റെ മുഴുവൻ പണസഞ്ചിയും തൻ്റെ കയ്യിലാകുമെന്ന് അവൻ കരുതി. ഗെത്സമനി തോട്ടത്തിലേക്ക് പട്ടാളക്കാരെയും കൂട്ടി അവൻ വരുന്നു. യൂദാസ് ഈശോയെ ചുംബിക്കുന്നു. അതാണ് അടയാളം. ആ ചുംബനം സ്നേഹത്തിൻ്റെതായിരുന്നില്ല, മറിച്ച് ഇതാ സമയമായിരിക്കുന്നു, അങ്ങ് ശക്തി വെളിപ്പെടുത്തിയാലും എന്ന് ഈശോയോടുള്ള ആഹ്വാനമായിരുന്നു അത്. പക്ഷേ അവിടെ സംഭവിച്ചത് യൂദാസിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച കാര്യമാണ്. പത്രോസ് വാളെടുത്ത് വെട്ടിയപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? വാൾ ഉറയിലിടുക. എന്നിട്ട് ഈശോ സ്വയം കൈകൾ നീട്ടി കീഴടങ്ങുന്നു. ആ നിമിഷം യൂദാസ് ഞെട്ടിത്തെറിച്ചു പോയി കാണും. ഈശോ അത്ഭുതം കാണിച്ചില്ല. അഗ്നി ഇറങ്ങിയില്ല. റോമൻ പട്ടാളം തെറിച്ചു വീണില്ല. പകരം ഒരു കുറ്റവാളിയെപ്പോലെ ഈശോ ബന്ധിക്കപ്പെടുന്നു. യൂദാസ് സ്തംഭിച്ചു പോയിട്ടുണ്ടാകണം. ഇവൻ എന്താണ് തിരിച്ചടിക്കാത്തത് എന്ന് യൂദാസ് ചിന്തിച്ചിട്ടുണ്ടാകണം. പിന്നീട് വിചാരണ നടക്കുന്നു. ഈശോ മൗനം പാലിക്കുന്നു. പീലാത്തോസിന്റെ മുന്നിൽ നിൽക്കുന്നു, അടികൊള്ളുന്നു. യൂദാസ് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടാകാം. അവൻ പ്രതീക്ഷിച്ചത് സിംഹത്തെ പോലെ ഗർജിക്കുന്ന മിശിഹായെയാണ്. പക്ഷേ അവൻ കാണുന്നത് കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെയാണ്. അവന്റെ പദ്ധതി പാളി. അവൻ വിചാരിച്ച വിപ്ലവം നടന്നില്ല എന്നു മാത്രമല്ല, നിഷ്കളങ്കനായ ഈശോയുടെ രക്തം ചിന്തപ്പെടാൻ പോകുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ശിക്ഷാവിധിക്ക് ഏൽപ്പിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ യൂദാസിന് പശ്ചാത്താപമുണ്ടായി. ശ്രദ്ധിക്കണം, ഈശോ മരിച്ചു കഴിഞ്ഞിട്ടില്ല, മറിച്ച് ശിക്ഷാവിധിക്ക് ഏൽപ്പിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആണ് അവന് തെറ്റ് മനസ്സിലായത്. അവൻ ഓടി പ്രധാന പുരോഹിതന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഞാൻ നിഷ്കളങ്കമായ രക്തം ഒറ്റിക്കൊടുത്ത് പാപം ചെയ്തു എന്ന് നിലവിളിക്കുന്നു. അവൻ ആ 30 വെള്ളി നാണയങ്ങൾ അവരുടെ മുൻപിലേക്ക് വലിച്ചെറിയുന്നു. ആ പണം അവന് തീക്കനൽ പോലെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. പുരോഹിതന്മാർ അവനെ നോക്കി പരിഹസിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ ഏകാന്തതയിലേക്ക് യൂദാസ് വീഴുന്ന നിമിഷമായിരുന്നു അത്. യൂദാസിന്റെ യഥാർത്ഥ ദുരന്തം അവൻ ഈശോയെ ഒറ്റിക്കൊടുത്തു എന്നതല്ല, മറിച്ച് ഈശോയുടെ കാരുണ്യത്തെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. അവൻ ആഗ്രഹിച്ചത് ദൈവത്തെ തൻ്റെ വഴിയെ നടത്താനാണ്. നമ്മളിൽ പലരും ചെയ്യാറുള്ളതുപോലെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് കാത്തു നിൽക്കാതെ കാര്യങ്ങൾ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യന്റെ പരാജയമായിരുന്നു അത്. അവൻ പുറത്തേക്ക് പോയി കെട്ടിത്തൂങ്ങി മരിച്ചു. പത്രോസും ഈശോയെ തള്ളി പറഞ്ഞിരുന്നു. പക്ഷേ പത്രോസ് തിരിച്ചു വന്നു, കരഞ്ഞു മാപ്പ് ചോദിച്ചു. യൂദാസോ, അവൻ സ്വന്തം വിധി സ്വയം നടപ്പിലാക്കി. അവന് ഈശോയുടെ സ്നേഹത്തെക്കാൾ വലുത് സ്വന്തം കുറ്റബോധമായിരുന്നു. ഇന്നത്തെ കാലത്തും നമ്മൾ യൂദാസിനെ പോലെ ആകാറുണ്ട്. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ നാം അസ്വസ്ഥരാകും. കാര്യങ്ങൾ നമ്മുടെ വരുതിക്ക് വരുത്താൻ നാം വളഞ്ഞ വഴികൾ തേടും. അവിടെയാണ് നമുക്ക് യൂദാസ് ചെയ്ത അതേ തെറ്റ് സംഭവിക്കുന്നത്. യൂദാസിന്റെ 30 വെള്ളി നാണയങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അത്യാഗ്രഹത്തെ മാത്രമല്ല, ക്ഷമയില്ലാത്ത വിശ്വാസത്തിന്റെ ഭീകരമായ അന്ത്യത്തെ കൂടിയാണ്. അടുത്ത തവണ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, നിന്റെ ഹിതം നിറവേറട്ടെ, എൻ്റെ ഹിതമല്ല എന്ന് ആവർത്തിച്ച് പറയുക. കാരണം നമ്മുടെ പ്ലാനുകൾ പരാജയപ്പെടുന്നിടത്താണ്
ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നത്.